നൂറ്റാണ്ടുകൾക്കപ്പുറം, 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ് അല്ലേ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ദീൻ പഠിച്ച്, അതുകൊണ്ടാണ് മനസ്സിലായില്ലേ, ഉമറിനെ പോലുള്ളവർ സ്ത്രീകൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ജനസമക്ഷ പ്രഖ്യാപിച്ചത് ഉമറിന് തെറ്റുപറ്റി, സ്ത്രീ പറഞ്ഞതാണ് ശരി എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നത്, അവരുടെ അവകാശം വകവെച്ച് കൊടുക്കേണ്ടി വന്നത്. മനസ്സിലായില്ലേ? ഉമർ മഹറിന് അതിർത്തി നിശ്ചയിക്കാൻ ഉദ്ദേശിച്ചു, മഹറിന് ഒരു പരിധി വെക്കാൻ ഉദ്ദേശിച്ചു. സ്ത്രീകൾ കൂടുതൽ മഹർ ആവശ്യപ്പെട്ടപ്പോൾ പുരുഷന്മാർക്ക് ആ മഹർ സംഘടിപ്പിച്ച് വിവാഹത്തിന് അവസരം കൂടുതൽ വരണില്ല, അവർക്ക് പ്രയാസം. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമറിനോട് ആ വിഷയം പറഞ്ഞപ്പോൾ ഉമർ ജനങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് ജനസമക്ഷം മിമ്പറിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാണ്. മനസ്സിലല്ലേ? സ്ത്രീകൾ മഹർ കൂടുതൽ ചോദിക്കുന്നു, അത് പുരുഷന്മാർക്ക് പ്രയാസകരമാകുന്നു, മഹറിന് അതിരി വേണം. അപ്പോഴാണ് സ്ത്രീ എഴുന്നേറ്റ് പറയുന്നത്, ഒരു ഖിൻതാർ ഒരു സ്ത്രീക്ക് മഹർ നൽകിയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു സ്ത്രീയെ സ്വീകരിക്കുന്നുവെങ്കിൽ ഈ സ്ത്രീയുടെ മഹറിൽ നിന്ന് ഒട്ടുമെടുക്കാൻ പാടില്ല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രണം വെക്കാത്തത് അമീറുൽ മുഅ്മിനീൻ ഉമറിന് നിയന്ത്രണം വെക്കാൻ എന്ത് അവകാശമെന്ന് ചോദിച്ചപ്പോൾ, ഖലീഫയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ജനസമക്ഷം ഉയർന്നു നിൽക്കുമ്പോഴാണ് ആ സ്ത്രീയുടെ തിരുത്തൽ. അവിടെയാണ് പറഞ്ഞത് ഉമറിന് തെറ്റുപറ്റി വഅസാബത്തിൽ മർഅ. ഇതുപോലത്തെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ദീനിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെയുള്ള ഇതുപോലത്തെ ചരിത്ര മാതൃകകൾ നമ്മൾ പഠിക്കണം, നമ്മൾ ഇതറിയണം, ഇത് നമ്മൾ പറയണം, പ്രചരിപ്പിക്കണം. ഈ ദീൻ എത്രമേൽ മഹനീയമാണ് ഏതേത് വിഷയങ്ങളിലും